ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരുദയാണേ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ എന്താ ചായയും കടി ഉണ്ടാക്കുക ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്താ ചായയും കടി ഉണ്ടാക്കുക എന്നൊരു ഐഡിയ ഇല്ല. പുട്ടുണ്ടാക്കണം കണ്ടോ, വെച്ച് നോക്കണത് അടുപ്പ് കത്തിച്ചു അലുമിനിയം ചിഞ്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ക്യാരറ്റൊക്കെ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാനേ. കുറച്ച് സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഈ ചോപ്പറിൽ വെച്ചിട്ടാണ് ചെറുതാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ എല്ലാവരും അരിഞ്ഞൊക്കെ ഇടുന്നതൊക്കെ കണ്ടത്. ഞാൻ പിന്നെ കുറച്ചും കൂടെ അത് പുട്ടിൻ്റെ പൊടിയിൽ മിക്സ് ചെയ്യാനായതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ വിട്ടിരുന്നിട്ട് മൂത്ത് വരട്ടെ. നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. പുട്ടുണ്ടാക്കണം കണ്ടോ, വെച്ച് നോക്കണത് അടുപ്പ് കത്തിച്ചു അലുമിനിയം ചിഞ്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ക്യാരറ്റൊക്കെ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാനേ. കുറച്ച് സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഈ ചോപ്പറിൽ വെച്ചിട്ടാണ് ചെറുതാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ എല്ലാവരും അരിഞ്ഞൊക്കെ ഇടുന്നതൊക്കെ കണ്ടത്. ഞാൻ പിന്നെ കുറച്ചും കൂടെ അത് പുട്ടിൻ്റെ പൊടിയിൽ മിക്സ് ചെയ്യാനായതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ വിട്ടിരുന്നിട്ട് മൂത്ത് വരട്ടെ. നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. ഇതൊരു അത്യാവശ്യത്തിന് മുരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കണം. ഇതും കൂടെ ചേർന്ന് മുരിയാനുള്ളതാണ്. അവരാതെ എരിവ് നോക്കിയിട്ട് ഇടണം കേട്ടോ. ഓരോരുത്തർ ഉണ്ടാക്കണതിനൊക്കെ അനുസരിച്ച്. ക്രഷ് ചെയ്തിട്ടുള്ള മുളകാണ്. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു നിറം കിട്ടണം. നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ട ഒരു രസമല്ല കേട്ടോ, ഉണ്ടാവില്ല എന്നാണ്. നമുക്ക് മഞ്ഞൾപ്പൊടി ഓവർ ചുവച്ച ഒരു രുചിയില്ലല്ലോ. അപ്പം നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെയാണ് വിചാരിക്കുന്നത്. നല്ലോണം അങ്ങോട്ട് മുരിച്ചെടുക്കണേ. ഇത് ഞാൻ ഓഫാക്കുകയാണ്. അതപ്പോൾ മുരിഞ്ഞിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ. ഈ മസാലയ്ക്കുള്ള ഉപ്പ് പുട്ടുപൊടി നമ്മൾ നനച്ച് വയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ചേർത്തുണ്ട്. പുട്ടുപൊടി നനച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ നനയ്ക്കണമൊന്നും പ്രത്യേകിച്ച് ഞാൻ കാണിച്ചൊന്നുമില്ല. ഓരോരുത്തർ അവരവരുടെ വീട്ടിലുള്ള പുട്ടുപൊടി ഒക്കെ അനുസരിച്ചൊക്കെ നനച്ച് വയ്ക്കുക. ക്യാരറ്റ് ഇതാ അവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. ആ വഴറ്റിയ കൂട്ടത്തിലേക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഈ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് നാളികേരം കേട്ടോ. എന്നിട്ട് നമ്മളത് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ആ നനച്ച് വെച്ച പുട്ടുംപൊടിയിലേക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കത് പുട്ടുണ്ടാക്കി നോക്കുക. ഞങ്ങൾ ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലാട്ടോ ഞങ്ങൾ പുട്ടുണ്ടാക്കണത്. കുറേ കാലമായി ഞങ്ങൾ കുറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് അതിലേക്ക് ഇങ്ങോട്ട് കോരിയിട്ട് കൊടുക്കുക. നല്ലോണം അമർത്തിയൊന്നും വയ്ക്കരുത്. പുട്ടൊന്നും ഉണ്ടാക്കാനിപ്പോൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതിൻ്റെ മുകളിലേക്ക് ലേശം നാളികേരം കൂടെ കുറച്ച് ഇട്ട് കൊടുക്കട്ടോ. എല്ലാവരുടെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഇട്ട് കേട്ടോ. ഞാൻ കുറച്ച് എന്ന് പറയണത് നോക്കണ്ട. നമ്മൾ കുക്കറിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുകയാണ്. അതൊരാവി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു പിന്നെ അരമിനിറ്റൊക്കെ ആയി ഇതിന് ആവി വരാൻ തുടങ്ങിയിട്ട് കേട്ടോ. വെന്തോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നേരമായി. സിമ്മിലാക്കിയിട്ട് ഞാനത് എടുക്കുകയാണേ. ഞങ്ങൾക്ക് കോമ്പിനേഷനായിട്ട് പപ്പടമാണ് കേട്ടോ. സോമേട്ടൻ പോണതിന് മുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടേ. കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. ചൂടുണ്ടോ? ചൂടോടെ കുത്തിയിട്ടതാണ്. നല്ല ചൂടാ.
ഇതിപ്പോ വേറെ കറിയൊന്നും വേണ്ടല്ലേ. ഒരു പപ്പടം ധാരാളമായിട്ട് ഞങ്ങള് മേമ്പൊടിക്ക് വെച്ചതാണ്. പപ്പടം കൂടെ ഉണ്ടാകുമ്പോൾ പുട്ടിനൊരു രസമാണല്ലോ. ഞങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചത് വിജയിച്ചു കേട്ടോ. കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.